അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മീൻ എന്ന് പറയുന്ന കണവയാണ് കേട്ടോ. മെനങ്ങാന്നേ മാമ കണവ കൊണ്ടുവന്നപ്പോൾ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണവ തന്ന ഉടനെ മാമ പറഞ്ഞു ഇത് കൂന്തൽ നിറച്ചത്. ഇതിനെ പലയിടത്ത് കൂന്തൽ എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ കൂന്തൽ നിറച്ചതുണ്ടാക്കി കഴിച്ചൂടെ പിള്ളേരെന്ന്. ഞാൻ നോക്കിയപ്പോൾ 4-5 പേരുണ്ട്, ഇത്ര കണവയുണ്ട്. ഒരേ സമയം കൂന്തൽ നിറച്ചതും തോരനും കൂടെ ഈ കണവയിൽ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മക്കുട്ടി പറയുന്നത് പോലെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നടക്കാത്ത കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് തോരനാക്കി കളയാമെന്നങ്ങ് വിചാരിച്ചേട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തോരനിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അങ്ങോട്ട് ചതച്ച് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമാണ് ചതച്ച് മാറ്റിയത്, ബാക്കിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്തോട്ടാക്കി എണ്ണയൊക്കെ തൂവി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കണവയിട്ടു വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് അങ്ങോട്ട് അടച്ച് വേവിക്കാനായിട്ട് വെച്ചേട്ടാ. അപ്പോൾ കണവയ്ക്ക് എപ്പോഴും കൂട്ടുകാരൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി രസം തന്നെയാണ്. കണവ തോരനാണെങ്കിൽ ഈ കണവ കറി വെക്കും കേട്ടോ എൻ്റെ നാത്തൂനൊക്കെ. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഈ തോരൻ വെക്കുന്നത് തന്നെയാണ്. കറി വെക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. ആ കറിയിൽ ഈ മീനിൻ്റെ ചെവയൊന്നും ഇറങ്ങത്തില്ല. അതുകൊണ്ട് അത്ര എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു രസവും കൂടെ അങ്ങോട്ട് കാച്ചി എടുത്തിട്ടുണ്ട്. കണവ ഒരു അരപ്പെല്ലാം സെറ്റാക്കി കൂടെ ഞാൻ കളവേന്നേ വായി വരുന്നുള്ളൂ. കണവ ഇങ്ങനെ ഇളക്കി ഇളക്കി നോക്കും കേട്ടോ, ഇത് വെന്തോ എന്നറിയാനായിട്ട്. അപ്പം ഞാൻ പണ്ടാണെങ്കിൽ ഇതുപോലെ ഇളക്കി നോക്കുന്നതിനിടയിൽ ഓരോന്ന് തിന്നുകൂടെ നോക്കുമായിരുന്നു. അപ്പോൾ ഉമ്മ പറയും വെന്ത് തീരുന്നതിനകത്ത് പകുതി കണവയും തീരുന്ന ഇവിടെ നിന്ന് ഇപ്പം വിട്ടോണോ എന്ന് പറഞ്ഞിട്ട് തവി എടുത്ത് തന്നെ ഓട്ടിക്കുമായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കൂന്തൽ നിറച്ചത് കഴിക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും മാമ കണവ കൊണ്ടുവരുമ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച് ഞാനത് ഉണ്ടാക്കി കഴിക്കാം. അതിപ്പോൾ ട്രെൻഡിങ് ഔട്ടാണ്, എന്നാലും നമ്മളെ വയറ്റി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എപ്പോൾ വേണോ കഴിക്കാം. പിന്നെ അതായത് ചോറൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ടി വിക്ക് ഉണ്ടോ 2 കളറാണ് കേട്ടോ, എന്തൊക്കെ അടിച്ച് പോയിട്ടുണ്ട്. ആ ടി വിക്ക് ഒരു 5-6 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉടനെ ഇങ്ങ് മയ്യത്താവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഈ പിള്ളേരും കൂടി വാപ്പാരെ കൂടെ നെട്ടയത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ സൈഡിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ വരാന്തയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് തിരിച്ച് കാച്ചാണിയിലോട്ട് വന്ന് അവിടെ പുതിയൊരു തട്ടുകട ചായയും കടിയൊക്കെ ഉള്ളത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പരിപ്പ് വടയും നല്ല ചൂട് പപ്പട ബജിയും ഉത്തൂർ കുഴക്കട്ടയൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്.